കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ. നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉച്ചപൂജ, കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ. ഇന്നത്തെ കളഭാലങ്കാരം നല്ല കൗതുകമുണ്ട്. ദശാവതാരത്തിലെ രണ്ടാമത്തെ അവതാരമായ കൂർമാവതാരാണ് ഇന്ന് ചാർത്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. അരയ്ക്ക് കഴിപ്പിട്ട് കൂർമ്മത്തിന്റെ രൂപത്തിലും അരയ്ക്ക് മേൽപ്പെട്ട് മഹാപ്രഭുവിന്റെ രൂപത്തിലാണ് ചാർത്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അരയ്ക്ക് കീഴ്പ്പെട്ടുള്ള ആ കൂർമ്മത്തിന്റെ രൂപ പുറന്തോട് പോലെയൊക്കെ അതിന്റെ കളഭമുണ്ട്. നാല് ആമയുടെ കാലൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് കൂർമാവതാരമായിട്ട് തന്നെയാണ്. നാല് കാലൊക്കെ ആമയുടെ കാല് കാണാം കൂർമ്മത്തിന്റെ. അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ഭംഗിയിട്ട് അരയിലേക്ക് ഇങ്ങനെ കാണാം. പൊന്നുണ്ണിക്കണ്ണനാണ് കൂർമാവതാരമൂർത്തിയായിട്ട് നിൽക്കുന്നത്. കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു മുല്ലപൊട്ടുമാല, ഒരു പതക്കം, കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. കൈവളകള്, തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. നാല് കൈകളോടുകൂടി ചതുർബാഹുവായിട്ടാണ് കൂർമാവതാരമൂർത്തി ശ്രീലകത്ത് നിൽക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയിട്ട് കാണാം ചാർത്തിയത്. നാല് കൈകളോടുകൂടി കൂർമാവതാരമൂർത്തിയായിട്ട് എല്ലാവരും അനുഗ്രഹിച്ചുകൊണ്ടാണ് പൊന്നുകുണ്ണിക്കണ്ണൻ ശ്രീലകത്ത് നിൽക്കണം. രണ്ട് കൈകളുടെ ശംഖും ചക്രം സ്വർണത്തിന്റെ കൊടുത്തിട്ടുണ്ട്. ബാക്കി രണ്ട് കൈകള് അഭയമുദ്രയും വരദാനമുദ്രയായിട്ടാണ് നിൽക്കുന്നത്. സംരക്ഷിക്കാൻ ഞാനുണ്ട് എന്നുള്ള ഭാവത്തിലാണ് കുർമാവതാരമൂർത്തിയായിട്ട് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ, നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് നിൽക്കണം കേട്ടോ. നല്ല ഭംഗിയുണ്ട് കുർമാവതാരമൂർത്തിയെ കാണാൻ. ശംഖം ചക്രം കയ്യിൽ കൊടുത്തിട്ടുണ്ട്. രണ്ട് കൈ കൂർമാ അഭയമുദ്രയും വരദാനമുദ്രയായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ നല്ല ഭംഗിയായിട്ടാണ് ചാർത്തിരിക്കണത്. ചെവിയിൽ ചെവിപ്പൂക്കള്, നെറ്റിമിൽ സ്വർണ്ണഗോപി, മന്ദഹാസത്തോടു കൂടി ഭക്തന്മാരായ നിങ്ങളെ കൂടെ ഉണ്ട് എന്നുള്ള ഭാവത്തിലാണ് പൊന്നുണ്ണിക്കണ്ണൻ നിൽക്കുന്നത് കേട്ടോ. പുന്നങ്കിരീടം ചാർത്തിയിട്ടുണ്ട്. തെച്ചിപ്പൂ കൊണ്ടൊരു തിരുമുടി മാല, അതിന് മുകളിൽ വെളുത്ത പൂവിൻ്റെ കൊണ്ട് തിരുമുടി മാല, വെളുത്ത പൂവിൻ്റെ മുകളിൽ തെച്ചിപ്പൂ ഇങ്ങനെ പൊട്ട് പോലെ വെച്ചിട്ടുണ്ട്. അതും നല്ല ഭംഗിയുണ്ട്. കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല, തടിച്ചുരുണ്ട ഉണ്ടമാല, വെളുത്ത താമരയും തുളസിയായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല കഴുത്തിനും ചാർത്തിയിട്ടുണ്ട്. ഈ രണ്ട് തിരുമുടിമാലകളുടെയും ആ ഉണ്ടമാലയുടെയും നടുവിൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനിൽ നിന്ന്, പൊന്നു ഗുരുവായൂരപ്പൻ നിന്ന് കുർമാവതാരമൂർത്തിയായിട്ട് എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ. തിരുമുടിമാലയുടെ മുകളിൽ വിധാനമായിട്ട് നാലഞ്ച് ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. താമരയും തുളസിയായിട്ട് തന്നെ ഒരു 3 എണ്ണം, തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ട് ഒരെണ്ണം, പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ കൊണ്ട് 2 എണ്ണം, അങ്ങനെ 6 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. ശ്രീലകത്തൊക്കെ നോക്കിയാൽ നല്ല സന്തോഷവും. നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ കൂർമാവതാരമൂർത്തിയായിട്ടാണ് നിൽക്കുന്നത്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ. അങ്ങാടിയായ അത്ഭുത വസ്തുവിന്നു കണ്ണാടിയായ ഗമവാക്കിനെല്ലാം ചങ്ങാതിയായ ശ്രേയ മറ്റവർക്കു ചങ്ങാടമായി മൃത്യുവിനുണ്ടൊരുണ്ണി. കുണ്ടിൽ കിടക്കുന്ന ജനത്തിനേണി കേറിക്കഴിഞ്ഞോനൊരു പൊന്നൊഴിഞ്ഞാൽ ആടിക്കഴിഞ്ഞോനു മിനുത്തമെത്താ വാതാലയേശന്റെ പദാരവിന്ദം. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ, അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ കൂർമാവതാരമൂർത്തിയെ മനസ്സ് സ്മരിച്ച് അത് തൃപ്പാദത്തിൽ വീടകൾ നമസ്കരിക്കുക. ആ അവതാരമൂർത്തി നമ്മൾ അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കണം. പുഞ്ചിരി തൂകിയും കൊണ്ട് ആ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാം. ഈ കരികാലത്ത് നാമം ജപല്ലാണ്ട് മറ്റൊന്നും വേണ്ട. മറ്റൊന്നും വേണ്ടാന്നല്ല, നാമം ജപിച്ചാൽ തന്നെ മുക്തി നേടാം. കണ്ണൻ്റെ ഗുരുവായൂരപ്പൻ്റെ പാതാരവിന്ദത്തിൽ ലയിക്കാം നമുക്ക്. ഉറക്ക നാമം ജപിക്കാം നമുക്ക്. ആ 2 തൃപ്പാദം മുറുകെ പിടിച്ചാൽ തിരുമുഖം നോക്കി ജപിക്കല്ലേ നാമം. നാരായണ 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 ഹരേ ഹരേ.